ഹലോ നമസ്കാരം. ഇന്നത്തെ കേക്കിൻ്റെ ഫ്ലേവർ ഓറഞ്ച് ക്രീം ആൻഡ് ചോക്ലേറ്റ് ആണ്. വീണയായിരുന്നു കേക്കിന് ഓർഡർ പ്ലേസ് ചെയ്തത് മോൻ്റെ ബർത്ത്ഡേക്ക്. ഇത് ഒരു എഗ്ലെസ് കേക്കാണ് കേട്ടോ. ഒരെണ്ണമല്ല രണ്ടെണ്ണം ഉണ്ട്. ഡെക്കറേഷൻ എന്ത് കൊടുക്കും എന്നുള്ളത് വേറെ രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. ഓറഞ്ചിൻ്റെ തൊലി തന്നെ നീളത്തിൽ റിങ് ആക്കി എടുത്തിട്ട് അതാണ് ഡെക്കറേറ്റ് ചെയ്തത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കേക്കിന് പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തുമില്ല. നമ്മൾ കാലങ്ങളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ട് കേട്ട് അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് അതേക്കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ കാത്തിരുന്ന് അതിന് മുമ്പിലെത്തിയപ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാണ്ട്, ഒട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും ഇല്ലാണ്ടിരുന്ന അങ്ങനത്തെ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? താജ്മഹൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ കുറേ ചിത്രങ്ങളിലൊക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടി വിയിൽ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലം മുമ്പ് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. പോണതിന് മുമ്പും പ്ലാനിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം താജ്മഹൽ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണല്ലോ എന്നുള്ളതായിരുന്നു. ലോകത്തെ 7 വണ്ടേഴ്സിൽ ഒരെണ്ണം ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ആ മൊമെൻറ്റ് ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന മാതിരി, സിനിമയിൽ നായിക അതിന് മുമ്പിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്, അതിനിങ്ങനെ ആ ദൂരേന്ന് ആ വിഷ്വൽ ഇങ്ങനെ വരുന്ന അല്ലേ, നമ്മളൊക്കെ സിനിമയിൽ പലപ്പോഴും ആസ്വദിച്ചിട്ടുള്ള അതായിരിക്കും എനിക്കും കിട്ടാൻ പോണതെന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ ഓഗസ്റ്റിലോ മറ്റാണ് പോയിട്ടുള്ളത്. നല്ല പൊരി വെയിലും ചൂടും, ആ വഴി മുഴുവനും എന്തൊക്കെയോ ആയിട്ട് വൃത്തികേടായി കിടക്കുകയാണ് അങ്ങോട്ടേക്ക് പോണ വഴിയിലെ. ഇതൊക്കെ കണ്ട് ശരിക്കും മനസ്സും അടുത്തിട്ടും ഈ ചൂട് സഹിക്കാൻ പറ്റാണ്ടേയും അതിന് മുമ്പിൽ നിന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ കുറ്റബോധമുണ്ട്. ഇങ്ങനെയല്ലായിരുന്നു ഞാനത് കാണേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പോൾ പല റീൽസിലും ഇങ്ങനെ നമ്മുടെ തേരെ ഹാത്ത് മേരാ ഹാത്ത് ഹോ പാട്ടിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് താജ്മഹൽ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്കിങ്ങനെയല്ലായിരുന്നോ അത് കിട്ടേണ്ടത്, എന്നിട്ട് എന്താ എനിക്കത് കിട്ടാണ്ട് പോയതെന്ന്. അവിടെ എത്തിപ്പെടാന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ എനിക്കൊരു റീലിലൊക്കെ കാണുന്ന ഒരു ഫീലും ഇല്ലാണ്ട് കണ്ടു. സന്തോഷമാണ്, പക്ഷെ ഞാൻ വിചാരിച്ച മാതിരി എനിക്കത് കാണാൻ പറ്റിയില്ല. അങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറേ കാലം കൊണ്ട് കാത്തിരുന്ന് എന്നിട്ട് നമ്മൾ അതിന് ആ പറഞ്ഞ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് നോക്കിക്കണ്ട ഒരു അനുഭവം. ഓഫ് കോഴ്സ് അത് 7 വണ്ടേഴ്സിൽ ഒന്നാണ്. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ അതുപോലെ ഗംഭീരമാണ്. അതിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം, വളരെ ടച്ചിങ് ആണ്. ഇതൊക്കെ സത്യമാണ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചിരുന്ന ആ ആദ്യം ഞാൻ കാണുമ്പോഴുള്ള ആ സിനിമാറ്റിക് ആയിട്ടുള്ള ആ ഒരു വിഷ്വലും ഫീലുമാണ്, അത് എനിക്ക് കിട്ടിയില്ല. കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ നിരാശപ്പെടുത്തി എന്ന് പറയണതായിരിക്കും ചിലപ്പോൾ ശരി.